നമസ്കാരം. ഈ വർഷത്തെ IPL അവസാനിക്കാറായി. ഇനി അടുത്ത വർഷത്തെ IPL കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങാറായി. അടുത്ത വർഷത്തെ കാത്തിരിപ്പാണ് ഇനി കൂടുതൽ നോക്കുന്നത് എന്ന് പറയാം. ഈ വർഷം ആരൊക്കെ ജയിക്കും, ആരൊക്കെ പ്ലേ ഓഫിലെത്തി, ആരൊക്കെ ഇനി ടേബിൾ പട്ടികയിൽ താഴെ നിൽക്കുന്നു എന്നൊക്കെ തന്നെ എല്ലാവർക്കും നന്നായി അറിയാം. ആരൊക്കെ ഇനി അടുത്ത IPL ഈ ടീമിലൊക്കെ ഉണ്ടാകുമെന്ന് ഇപ്പോഴേ അറിയാൻ ശ്രമിക്കുകയാണ് എല്ലാവരും എന്ന് പറയാം. അക്കൂട്ടത്തിൽ ഇപ്പോൾ ഈ 18ാം സീസണിൽ പോരാട്ടങ്ങൾ ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന സമയത്ത് 10 ടീമുകളിൽ നിന്നുള്ള എത്ര പേർ അടുത്ത ടീമിലേക്ക് കാണുമെന്ന് നോക്കുകയാണ്. 10 ടീമുകളിൽ 8 ടൂർണമെന്റിൽ നിന്നും പുറത്തായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ശേഷിക്കുന്നത് വെറും 7 മാത്രമാണ്. ഇതിൽ നിന്നും 4 ടീമുകളെയാകും നമുക്ക് ഇത്തവണ പ്ലേ ഓഫിൽ കാണാനാവുക. ആരൊക്കെയാകും അവരെന്ന് അധികം വൈകാതെ തന്നെ ഉത്തരവും ലഭിക്കും. അതേസമയം മലയാളി താരങ്ങളെ സംബന്ധിച്ച് ഈ സീസണിലെ IPL അത്ര മികച്ചതായിരുന്നില്ല എന്ന് പറയണം. സഞ്ജു ഉൾപ്പെടെ ആരെ എടുത്ത് നോക്കിയാലും മലയാളി താരമാണോ എന്നാൽ അഭിമാനിക്കാവുന്ന ഒരു വലിയ സ്കോറും അവരുടെ പക്കലില്ല എന്ന് പറയേണ്ടി വരും. രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസൺ ഉൾപ്പെടെ കേരള മണ്ണിൽ നിന്നും വെറും 4 പേർ മാത്രമാണ് ഈ സീസണിൽ വിവിധ ഫ്രാഞ്ചൈസികളുടെ ഭാഗമായത്. ഇവരിൽ ചിലരെ മാത്രമേ അടുത്ത സീസണിലും ഫ്രാഞ്ചൈസികൾ നിലനിർത്താനായിട്ടുള്ളൂ എന്ന് പറയാം. അതും ആരൊക്കെയാണെന്ന് കൂടി നോക്കേണ്ട കാര്യമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളെ സംബന്ധിച്ച് IPL തന്നെ ഐക്കൺ താരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട ഒരാൾ തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായ സഞ്ജു സാംസൺ. 2013 മുതൽ ടൂർണമെന്റിന്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹം 2021 മുതൽ ടീമിനെ നയിക്കുകയും ചെയ്യുകയാണ്. റോയൽസിനെ കൂടാതെ ഡൽഹി ക്യാപിറ്റൽസ്, അതായത് ഡൽഹി ഡെയർഡെവിൾസ് എന്ന ടീമും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ ടീമുകളുടെയും ഭാഗമാകാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടാതെ ഈ സീസണിലെ മറ്റു മലയാളി സാന്നിധ്യങ്ങളൊക്കെ തന്നെയും പരിചയസമ്പന്നമായ സ്റ്റാർ ബാറ്റർ സച്ചിൻ ബേബിയും വിക്കറ്റ് കീപ്പറും വെടിക്കെട്ട് ബാറ്ററുമായ വിഷ്ണു വിനോദുമൊക്കെയാണ്. കന്നി സീസൺ കളിക്കാനെത്തിയ ചൈന മാൻ സ്പിന്നർ വിഘ്നേഷ് പുത്തൂരിനെയും എടുത്തു പറയണം. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കൂടാരത്തിലാണ് സച്ചിനെങ്കിൽ വിഷ്ണു പഞ്ചാബ് കിങ്സിന്റെ കയ്യിലാണ്. എന്നാൽ 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമാണ് വിഘ്നേഷ് ഇപ്പോൾ. ഈ 3 പേരിൽ വിഘ്നേഷിനും സച്ചിനും മാത്രമേ കളിക്കാൻ ഭാഗ്യമുണ്ടായുള്ളൂ. അവസരം കാത്തിപ്പോഴും പഞ്ചാബിന്റെ ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുകയാണ് എല്ലാവരും പറയുന്ന ഈ വിഷ്ണു. 4 മലയാളി താരങ്ങളിൽ അടുത്ത IPL സീസണിൽ ടീമിൽ സ്ഥാനം നിലനിർത്താൻ സാധ്യതയുള്ളവർ 2 പേർ മാത്രമാണെന്ന് പറയാം. ഒരാൾ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായ സഞ്ജു സാംസൺ ആണെങ്കിൽ മറ്റൊരാൾ മുംബൈ ഇന്ത്യൻസിന്റെ വിഘ്നേഷ് പുത്തൂരുമാണ്. സച്ചിൻ ബേബിയെയും വിഷ്ണു വിനോദിനെയും അടുത്ത സീസണിൽ നിലനിർത്താൻ സാധ്യത തീരെ കുറവാണെന്ന് പറയാം. റോയൽസ് കോച്ച് രാഹുൽ ദ്രാവിഡുമായുള്ള അഭിപ്രായ ഭിന്നത കാരണം സീസണിനു ശേഷം സഞ്ജു റോയൽസ് വിട്ടേക്കുമെന്ന അഭ്യൂഹം ശക്തമാണെങ്കിലും അത് സംഭവിക്കുമോ എന്നത് കാത്തിരിക്കേണ്ട കാര്യമാണ്. ഇവർക്കുമിടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിച്ച് അടുത്ത സീസണിൽ കൂടുതൽ ശക്തരായി തിരിച്ചുവരാൻ തന്നെയായിരിക്കും റോയൽസ് ലക്ഷ്യമിടുക. റോയൽസിനെ സംബന്ധിച്ച് അവരുടെ ഐക്കൺ താരമായ സഞ്ജു ഇത്രയും അധികം ആരാധകർ അവർക്കുണ്ടാവാനുള്ള പ്രധാന കാരണവും അതുപോലെ സാന്നിധ്യം തന്നെയാണ്. സഞ്ജുവിനെ കൈവിട്ടാൽ അത് റോയൽസിന്റെ ആരാധക പിന്തുണയെ വലിയ ഇടിവുണ്ടാകാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോവാൻ റോയൽസിന് താല്പര്യം കാണില്ല എന്നുകൂടി പറയുന്നത്.